ക്രിസ്ത്യൻ ഒരു എന്താണ് കന്യാസ്ത്രീകളെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മൾ കണ്ടു. അതിൻ്റെ സത്യാവസ്ഥ വരട്ടെ. കാരണം അതിൽ നമ്മൾ പ്രതികരിക്കാത്ത എന്താണ്, ഇവിടെ മോബ് ലിഞ്ചിങ്ങോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റ ശ്രമോ അവരെ ആരെങ്കിലും പഞ്ഞിക്കിടോ എന്നല്ല ചെയ്തിട്ടുള്ളത്. ഒരു എന്താണ് ദുരൂഹ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ റീജിയണിൽ ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ അത് വലിയ തോതിൽ നടക്കുന്ന ഒരു കാര്യമാണ് അവിടെ. നിർബന്ധിത മതപരിവർത്തനം കാശ് കൊടുത്തുകൊണ്ട് ചെയ്യുക, ഇത് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾ ഒട്ടും തന്നെ പിന്നിലല്ല. അത് അവിടെയുള്ള ഈ തരം ആദിവാസി മേഖലയിലൊക്കെ കടന്നു ചെന്നുകൊണ്ട് ഇത് ചെയ്യുന്ന പരിപാടി ഇനിയെങ്കിലും നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. നമ്മളിത് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവന്റെ പേരാണ് തൊരപ്പൻ ആരീഫ് കുഷ്യൻ. തൊരപ്പൻ വാസു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ പെടും. പിന്നെ ഇവൻ തന്നെ ഇവന്റെ പേരിന്റെ അറ്റത്ത് പേരിന്റെ വാലായിട്ട് ഒരു പേര് വെച്ചിട്ടുണ്ട്, എക്സ് മുസ്ലിം. അതായത് എക്സ് വീഡിയോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കുളിസീനൊക്കെ കാണാനുള്ള ഒരു എക്സ് വീഡിയോ, അതിൽ ആ വിഭാഗത്തിൽ പെടുമ്പോ ഒളിഞ്ഞോട്ടം, കുളിസീന് കാണല്, അങ്ങനത്തെ ഉള്ള എല്ലാ പരിപാടിയും ഇവനുമുണ്ട്. ഇവൻ മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ, പരദൂഷണം പറയുമ്പോൾ ക്രിസ്ത്യൻകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യൻകൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഇവൻ ക്രിസ്ത്യൻകളുടെ അണ്ണാക്ക് ചേർത്തി അടിച്ചതാണ് നമ്മളിപ്പോ കണ്ടത്. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സംഖ്യകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മിഷനറിയാണ്. മനസ്സിലായില്ല? സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി മാമാപ്പണി എടുക്കുന്ന മാമനാണ് ഇവൻ. ഇവന് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളോ ഒന്നുമില്ല. ഇവന്റെ ഏക വരുമാനം എന്ന് പറഞ്ഞാൽ സംഖ്യകളെ സൂചിപ്പിക്കുക, അതിൽ കിട്ടണത് നക്കി തിന്നുക എന്ന് മാത്രമാണ് ഇവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവൻ ഏതറ്റം വരെയും ഏത് പാവാടയും അവൻ പൊക്കി നോക്കാൻ ഒരു മടിയില്ലാത്ത ഒരു മൈരനാണ് അരീഫ് കുഷ്യൻ. ഇപ്പോ ക്രിസ്ത്യങ്ങളുടെ വയറ് നിറഞ്ഞില്ലേ? അരീഫ് കുഷ്യൻ എന്ന് പറയുന്ന തൊരപ്പൻ ക്രിസ്ത്യങ്ങളുടെ അണ്ണാക്ക് ചേർത്ത് അടിച്ചു തന്നില്ലേ, കയറ്റി തന്നില്ലേ? ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കിയോ? മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോൾ മാത്രം അങ്ങനെ ആഘോഷിച്ച് അർമാദിച്ച് അങ്ങനെ രസിച്ച് ഒരു പൊട്ടം മറ്റത് കണ്ട പോലെ ഇങ്ങനെ തൊലിഞ്ഞ ചിറിയും ചിരിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി തരുന്നുള്ളത് ഓർക്കണം. ഓർത്തില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇവന്റെ കഥാപ്രസംഗം കേട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരെ നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി തരും. അത് മനസ്സിലാക്കിയാൽ മതി. എന്നാ ഓക്കെ.